ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കുവാൻ ഏതൊരു വ്യക്തിക്കും വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ഉയരുവാൻ സാധിക്കുക എന്നത്. നമുക്കെല്ലാവർക്കും 5 സെൻസുകളുണ്ട്. വി ആർ ബോൺ വിത്ത് 5 സെൻസ്: ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്, സൈറ്റ്, ഹിയറിങ്. ഈ 5 സെൻസ് എല്ലാവരിലുമുണ്ട്. ബട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് 1 മോർ സെൻസ്. എന്നാൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകണമെങ്കിൽ 6ാമത് ഒരു സെൻസൂടെ വേണം. ഏതാണത്? മറ്റൊന്നുമല്ല, കോമൺ സെൻസ്. സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുവാനുള്ള സെൻസാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും ഇല്ലാത്ത ഒരു സംഗതിയും ആണ് ഇത്. ഇത് പുസ്തകത്താളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പഠിച്ചെടുക്കേണ്ട ഒരു സംഗതിയല്ല. ഓരോ വ്യക്തിയും സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട ഒരു സെൻസാണ് കോമൺ സെൻസ്. ഇന്നത്തെ കുട്ടികളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ട്രാക്കിൽ കൂടെ പോകുന്ന അവസ്ഥയാണ്. ആ ട്രാക്കിൽ അവർ മികവ് പുലർത്തും. എന്നാൽ അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയാൽ അടിച്ചു തല്ലി താഴെ പോകും. അതായത് പഠിക്കുന്ന വിഷയത്തിൽ കെമിസ്ട്രി പഠിക്കുന്നതിന് കെമിസ്ട്രി അറിയാം, പക്ഷേ കെമിസ്ട്രിയേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് ലൈഫിൽ സക്സീഡ് ആകണമെങ്കിൽ എല്ലാ കാര്യത്തെപ്പറ്റിയും അത്യാവശ്യം വേണ്ട അറിവുകൾ, അത്യാവശ്യം വേണ്ട പരിജ്ഞാനം സ്വയസിദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര ടെക്നിക്കൽ നോളജാണ്. പ്രായം ചെന്നൊക്കെ ഒരു മൊബൈലിൻ്റെ ഉപയോഗം എന്നാ അറിയാം, അത്യാവശ്യം ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാനോ അറിയാം. അതേസമയം ഒരു 4 വയസ്സുള്ളൊരു കുട്ടികളിലേക്ക് ഒരു മൊബൈൽ കൊടുത്തേ അതിനകത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്നെല്ലാം അവർ അത് കണ്ടുപിടിക്കും. ഇതൊക്കെ എങ്ങനെ അറിയുന്നു, എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ടാലൻ്റാണ് ഇന്നത്തെ കുട്ടികൾ. ഭയങ്കര ടെക്നിക്കൽ നോളജാണ്. അതിന് തീർച്ചയായിട്ടും ഈ ടെക്നിക്കൽ നോളജ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു തൊഴിൽ ലഭിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ ആ തൊഴിലിൽ വിജയിക്കണമെങ്കിൽ, ആ തൊഴിൽ മേഖലയിലും അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും വിജയിക്കണമെങ്കിൽ ടെക്നിക്കൽ നോളജ് കൊണ്ട് മാത്രം പറ്റത്തില്ല. അവിടെ വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു സംഗതിയും അതാണ്. അന്നേരം മാതാപിതാക്കൾക്ക് ഇഷ്ടം പോലെ പ്രാക്ടിക്കൽ നോളജുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും യാതൊരു സംശയമില്ല, ഇഷ്ടം പോലെ അനുഭവ പരിജ്ഞാനമുണ്ട്. അന്നേരം പ്രിയ മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഈ പ്രാക്ടിക്കൽ നോളജ് നിങ്ങളുടെ കുട്ടികൾക്കൂടെ പകർന്നു കൊടുക്കണം. ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അല്ലയോ എങ്ങനെയാണ് റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള അറിവുകൾ ഒത്തിരി നിങ്ങൾക്കുണ്ട്. ആ അനുഭവങ്ങൾ, ആ അറിവുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അവർക്ക് വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം ഓർക്കുക. അല്ലാണ്ട് മാർക്കുകൾ കിട്ടുന്നത് കൊണ്ട് മാത്രം കേമത്തിയാകാം എന്ന് ആരും വിചാരിക്കരുത്. അല്ലെങ്കിൽ മാതാപിതാക്കളെ വിചാരിക്കരുത്, എൻ്റെ മോനെ അല്ലെ എൻ്റെ മോക്ക് എല്ലാത്തിനും ഉന്നത മാർക്കുണ്ട്, അത് കാരണം അവർ ജീവിതത്തിൽ വിജയിക്കും എന്ന് ചിന്തിക്കരുത്. മാർക്കുകൾ കൊണ്ട് മാത്രം ആർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ മുൻ എപ്പിസോഡിലും പലവട്ടം പറയുണ്ടായി. ഇപ്പം മാർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാനുള്ള ഒരു കടമ മാത്രം, ഒരു വഴിത്താരം മാത്രമാണ് അവിടെ മാർക്കുകൾ. അന്നേരം നമുക്ക് ആർജിച്ചെടുക്കേണ്ടത് പ്രാക്ടിക്കൽ നോളജ് നമ്മുടെ കുട്ടികളെ പകർന്നു കൊടുക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സന്നദ്ധ സംഘടനയായ പ്രഥം അവരുടെ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തിയ
കൊടുത്ത ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയിലെ 14-നും 18-നും വയസ്സിൽ പ്രായമുള്ള കുട്ടികളിൽ 25%-നും 2ാം ക്ലാസ് നിലവാരത്തിലുള്ള അവരുടെ പ്രാദേശിക ഭാഷയിലുള്ള കാര്യങ്ങൾ വായിക്കുവാൻ അറിയത്തില്ല. 14-നും 18-നും വയസ്സിന് ഇടയിലുള്ള ഇന്ത്യയിലെ 25% കുട്ടികൾക്കും അവരുടെ പ്രാദേശിക ഭാഷയിലുള്ള 2ാം ക്ലാസ് നിലവാരത്തിലുള്ള പാഠ്യഭാഗങ്ങൾ പഠിക്കുവാനല്ല വായിക്കുവാൻ പോലും അറിയത്തില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ 99.5% കുട്ടികൾക്കും ഈ പ്രായത്തിലുള്ള ഈ 14-നും 18-നും ഇടയിൽ പ്രായമുള്ള 99.5% കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന്. ഇനിയുള്ള കാലത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ കഴിവാണ് പ്രധാനം. റിസൾട്ട് കൊടുക്കുവാൻ സാധിക്കണം. ഇനി വരും കാലങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തും പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആയിരിക്കും ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക. അല്ലാണ്ട് എല്ലാവർക്കും ഗവൺമെൻറ് ജോലി വേണം എന്ന് നിർബന്ധം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഒരു സർക്കാരിനെ കൊണ്ടും എളുപ്പമുള്ള കാര്യമില്ല എല്ലാവർക്കും ഗവൺമെൻറ് ജോലി തരുവാൻ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഭൂരിപക്ഷം ആൾക്കാരും പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് നല്ല മിടുമിടുക്കരായ ആൾക്കാരെയാണ്. നല്ല ആത്മവിശ്വാസമുള്ള, നല്ല നേതൃത്വവാസനയുള്ള, അല്ല എങ്കിൽ റിസൾട്ട് ഓറിയൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് ഇന്ന് എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് കൂട്ടത്തിൽ നിൽക്കുവാൻ എല്ലാ സ്ഥാപനങ്ങളും മത്സരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മിടുമിടുക്കരായ ആൾക്കാരെ കുത്തിക്കൊണ്ടു പോകാൻ ഓരോ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങൾ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചു നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന തലത്തിലേക്ക് വളരണം. അതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതും. ഒരു തൊഴിൽ മേഖലയിൽ നിലനിന്ന് പോകണമെങ്കിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പിക്ചറിൽ നിന്ന് തന്നെ ഔട്ടായി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റിസൾട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് എന്നും ഉയരങ്ങൾ തേടുവാൻ സാധിക്കും. 99 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 100ാമനായി നിങ്ങളും ജോലിക്ക് പ്രവേശിക്കുന്നു. ബാക്കി 99 പേര് ചിന്തിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ 100 പേരിൽ ഒരാളായിട്ടിരിക്കാം എന്നും. അതേസമയം ബാക്കി 99 പേര് ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന തലത്തിലാണ് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ 100 പേരിൽ 1ാമനാകുവാൻ സാധിക്കും. ഇങ്ങനെയാണ് ചിലർ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് മുൻപതിലേക്ക് വരുന്നത്, പെട്ടെന്ന് ഉയരങ്ങൾ താണ്ടി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സഹപ്രവർത്തകരൊക്കെ പറയും ആ മേലുദ്യോഗസ്ഥനെ സോപ്പിട്ടിട്ടാ അല്ലെ മാനേജ്മെൻറ്റിനെ മണിയടിച്ചിട്ടാ. ഒന്നുമല്ല. ഇന്ന് എല്ലാ തൊഴിൽദാതാക്കൾക്കും വേണ്ടത് റിസൾട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ആൾക്കാരെയാണ്. ആ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ ചെല്ലുമ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടും. അവർ എന്നും ദിനം പ്രതി ഉയരങ്ങൾ താണ്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിങ്ങളുടെ കുട്ടികളെ എല്ലാത്തിനും A+ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ ഉപരി, മാർക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാക്കി മാറ്റിയെടുക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായി വേണ്ടത്. അതാണ് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഒരു കുട്ടിയെ ഡൈനാമിക് പേഴ്സണാലിറ്റി മാറ്റിയെടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് 90% റോളും മാതാപിതാക്കളുടേതാണ്. ആ ബാല്യകാലത്തിൽ നിങ്ങൾ എന്തു അവർക്ക് കൊടുക്കുന്നോ അതാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്ന കാര്യം ഓർക്കുക. അന്നേരം ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആയി മാറ്റി എടുക്കുവാൻ നമുക്ക് സാധിച്ച് ഇന്നത്തെ കാലത്തെ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെല്ലുമ്പോൾ ഇവൻ ഏത് തരം പേഴ്സണാലിറ്റിയാണ്, പേഴ്സണാലിറ്റി തന്നെ പലതുണ്ട്. ഡൈനാമിക് പേഴ്സണാലിറ്റി, വീക്ക് പേഴ്സണാലിറ്റി, സബ്മിസീവ് പേഴ്സണാലിറ്റി, കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി, ഇങ്ങനെ പലതരം പേഴ്സണാലിറ്റി ഉണ്ട്. അതിലൊരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. അതിനെ ചെല്ലുമ്പോൾ തൊട്ട് തന്നെ
ഇവൻ്റെ ഓരോ ചലനങ്ങളിലും, നടപ്പും എടുപ്പിലും ഓരോ പ്രവർത്തനങ്ങളിലും വിലയിരുത്തിയിട്ട് ഇവനെ ഇതിലേതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയിലേക്കാകും. അന്നേരം ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആകുവാൻ സാധിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് തലത്തിലുള്ള, ഉന്നത തലത്തിലുള്ള ഒരു തൊഴിൽ ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ കുട്ടിയെ ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആക്കുവാൻ നിങ്ങൾ ആ കുട്ടിയുടെ ബാല്യകാലം തൊട്ട് തന്നെ, ആ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആദ്യമേ തന്നെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ആദ്യമേ തന്നെ നിങ്ങളുടെ കുട്ടി ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ അവനെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നടക്കുവാൻ പഠിപ്പിക്കുക. പണ്ടൊക്കെ ഒരു കുട്ടി സ്വന്തം കാലിൽ പിച്ച വെക്കും, സ്വന്തം കാലിൽ നിവർന്നു നിൽക്കും, സ്വന്തം കാലിൽ നടക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 കാലാണ്. സ്വന്തം കാല് കൂടാതെ വലത്തുവശത്തെ അപ്പൻ്റെ 2 കാല്, ഇടതുവശത്തെ അമ്മയുടെ 2 കാല്, എപ്പോഴും പൊതിഞ്ഞ് ഇടവും വലവും, കുട്ടിയുടെ ഇടവും വലവും നിന്നാണ് ഓരോ കുട്ടിയെ അമിതമായി സംരക്ഷണം നൽകി, പ്രൊട്ടക്ഷൻ നൽകിയാണ് ഇന്ന് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? കുറേ കഴിയുമ്പം ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലിൻ്റെ ശേഷി നഷ്ടപ്പെടും, ബലം നഷ്ടപ്പെടും. അപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ തൻ്റെ കുട്ടിക്ക് സാധിക്കാതെ വരും. ഓരോ കുട്ടിയും ചെറുപ്പത്തിൽ തന്നെ ഏതാണ് ലോകം, എന്താണ് ലോകം, എങ്ങനെയാണ് ഈ ലോകം എന്നുള്ളതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. പക്ഷേ പലപ്പോഴും പല മാതാപിതാക്കളുടെ വിചാരം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്തു ഫീസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് അധ്യാപകരാണ് എന്നാണ്. അവർക്കൊക്കെ പരിമിതികളുണ്ട്. അന്നേരം തീർച്ചയായിട്ടും ഓരോ കുട്ടിയുടെ റോൾ മോഡലാകുവാൻ മാതാപിതാക്കൾക്കാണ് സാധിക്കേണ്ടത്. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഒരു കൂട്ടിൽ വളർന്ന കിളിയുടെ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും അനുഭവിക്കുന്നത്. ഒരു കൂട്ടിൽ മുട്ട വിരിഞ്ഞ് ഒരു കിളി ഉണ്ടായി. ഈ കൂട്ടിൽ കിടന്ന് ഈ കിളി വളർന്നു വലുതായി. ഈ വളർന്നു വലുതായി കിളിയെ നമ്മളൊന്ന് അഴിച്ചു വിട്ട് നോക്കിയേ, കിളി പറന്നടിച്ചു വല്ലയിടത്ത് പോവോ? ഇല്ല, എങ്ങും പോകത്തില്ല. കിളി ആ കൂടിൻ്റെ പരിസരത്ത് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പപ്പും തൂവലും ആ പരിസരത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും കാക്കയോ പരുന്തോ ഇതിനെ ഇരയാക്കിയിരിക്കും. ഈ കാക്കയോ പരുന്തോ സ്നേഹം നടിച്ചടുത്ത് കൂടുമ്പം ഇത് എൻ്റെ മാറു പിളർന്ന് ചോര കുടിക്കാനാണ് ഈ അടുത്ത് കൂടിയിരിക്കുന്നത്, ഈ സ്നേഹപ്രകടനം എന്നുള്ള തിരിച്ചറിയുവാൻ നമ്മുടെ കൂട്ടിൽ വളർന്ന കിളിക്ക് അറിയത്തില്ല. അത് നിന്നു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടെ എത്രയോ നാടൻ കിളികൾ നാട്ടിൽ കൂടെ പറന്ന് നടക്കുന്നുണ്ട്. ഏതെങ്കിലും കാക്കയ്ക്കോ പരുന്തിനോ കിട്ടുമോ? കാക്കയോ പരുന്തോ സ്നേഹം നടിച്ച് അടുത്ത് കൂടുമ്പോൾ ഇവൻ്റെ ചിരിയുടെ പിന്നിലെ ചതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ നാടൻ കിളികൾക്ക് സാധിക്കും. അത് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ അമിത സംരക്ഷണം കൊടുത്ത് കൂട്ടിലെ കിളികളെ പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു +2 ഒക്കെ കഴിയുമ്പോൾ, ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ തന്നെ ഉപരിപഠനത്തിന് വേണ്ടി അപ്പൻ്റെയും അമ്മയുടെയും ചിറകിൻ്റെ കീഴിൽ നിന്ന് പറിച്ചൊരു നടിയിലുണ്ട്. ആഗ്രയിലേക്കോ ആന്ധ്രയിലേക്കോ മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ മുംബൈയിലേക്കോ ഒക്കെ പറിച്ചു നടിയിലുണ്ട്. അവിടെ ചെല്ലുമ്പം ആൻറ്റിമാരായിട്ടും അങ്കിളുമാരായിട്ടും ഓരോ കഴുകന്മാരും പരുന്തുകളും ഒക്കെ ഇങ്ങനെ സ്നേഹം നടിച്ചടുത്ത് കൂടുമ്പം
അവരുടെ ആ സ്നേഹപ്രകടനത്തിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണ്, ചതിക്കുഴി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അവരെ പരിപൂർണമായി വിശ്വസിച്ച് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകും. കുറേ കഴിയുമ്പോഴാണ് ചതിക്കുഴിയിൽ പെട്ടു എന്ന് അറിയുന്നത്. അപ്പോഴത്തേക്കും അവർ വിരിച്ച വലയിൽ നമ്മുടെ കുട്ടികൾ കുരുങ്ങിയിരിക്കും. പിന്നെ ഉള്ള മാർഗം എന്താണ്? ആത്മഹത്യ അല്ലെങ്കിൽ ഒളിച്ചോട്ടം. അന്നേരം അമിത സംരക്ഷണം അല്ല നമുക്ക് വേണ്ടത്. നിവർന്ന് നിൽക്കാൻ പഠിക്കുമ്പം നിവർന്ന് നിർത്തുവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അതിനകത്ത് എപ്പോഴും താങ്ങും തണലുമായി എപ്പോഴും അമിത സംരക്ഷണം കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിങ്ങൾ സ്നേഹിക്കുകയല്ല, അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാകണം. ബൈബിളിൽ പ്രഭാഷകൻ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചോളുക, പക്ഷെങ്കിൽ 1000-ൽ ഒരുവിൽ നിന്ന് മാത്രമേ ഉപദേശം സ്വീകരിക്കാവൂ. ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ അപായപ്പെടുത്തുവാനുള്ള, ചതിക്കുഴിയിൽ വീഴ്ത്തുവാനുള്ള ശ്രമങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയും എന്ന്. കാക്കയെ ശ്രദ്ധിച്ചോ, അതിൻ്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് എന്ത് വിജിലൻ്റാണ്. അതിനെ എറിയാൻ നമ്മൾ ഒരു കല്ലെടുക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്താൽ മതി, അപ്പോഴത്തേക്കും അത് മനസ്സിലാക്കി രക്ഷപ്പെട്ടു പോകും. എന്നാൽ കോഴിക്ക് ആ തിരിച്ചറിവില്ല. കോഴിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ കല്ലെടുത്താലും അത് അന്നേരവും ചെകഞ്ഞുകൊണ്ടേ ഇരിക്കും. ഏറ് കിട്ടിക്കഴിയുമ്പോഴാണ് കോഴിക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത് നമുക്കിട്ട് പണിയാനാണല്ലോ എന്ന്. അന്നേരം കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയും എന്ന കാര്യം ഓർത്തിരിക്കുക. ആദ്യമായി പറന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്ന കൊതുകും കുഞ്ഞിനോടെ അമ്മ കൊതു ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കൊതുകും കുഞ്ഞെ പറക്കലിൻ്റെ അനുഭവം എന്ന് ചോദിച്ചു. അന്നേരം കൊതുകും കുഞ്ഞ് പറഞ്ഞു, നല്ല രസകരമായിരുന്നു അമ്മേ, എല്ലാവരും എന്നെ കണ്ടിട്ട് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ് കൊതുകും കുഞ്ഞ് പറഞ്ഞത്. പക്ഷേ അമ്മക്കൊതുവിൻ്റെ കാര്യം മനസ്സിലായി. അമ്മക്കൊതു പറഞ്ഞു, മോനെ കുഞ്ഞേ, മറ്റുള്ളവർ നമ്മളെ അപായപ്പെടുത്തുവാനുള്ള ശ്രമം ജീവിതത്തിൽ നീ തിരിച്ചറിയണമെന്ന്. കൊതുകും കുഞ്ഞോർത്തു ഇതിൻ്റെ പറക്കൽ കണ്ടിട്ടാണ് എല്ലാവരും കൈയടിക്കുന്നത് എന്നാണ് പാവം കൊതുകും കുഞ്ഞോർത്തത്. പക്ഷെങ്കിൽ കൊതുകിനെ കണ്ടിട്ട് നമ്മൾ കൈയടിക്കുന്നതിനാണ്, അതിനെ കൊല്ലാനാണ് എന്ന തിരിച്ചറിവ് ആ കൊതുകും കുഞ്ഞിനുണ്ടായില്ല. എന്ന് പറഞ്ഞ പോലെ അനുഭവമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകുന്നത്. മുൻപിൽ വരുന്നത് അത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതായിപ്പോയി. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുക്കലായിരിക്കണം ഏറ്റവും വലിയ വിദ്യാഭ്യാസവും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു മാതാപിതാക്കൾ തലത്തിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.